സമൂഹം ജീവിതത്തിൽ വിജയം നേടിയായിട്ട് കാണുന്നത് ഒന്നുകിൽ ചിലപ്പോൾ വല്ല പ്രശസ്തരായ ആൾക്കാരായിരിക്കും, നേരത്തെ ഹരി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വലിയ വീട്, രണ്ട് മൂന്ന് കാറുകൾ, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് പൊതുവെ ജീവിത വിജയം നേടിയവരായിട്ട് സമൂഹം കരുതുന്നത്. സത്യത്തിൽ ഈ ജീവിത വിജയത്തിൽ പണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? പണം എപ്പോഴും ഒരു കൗണ്ടാണ്. ഫിഗേഴ്സിൽ കൊണ്ട് മാത്രമേ നമുക്ക് അളക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ ഒരു എന്താ പറയുക, ഒരു ജോലി ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഇത്ര ഒരു കിളയ്ക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പറമ്പ് ഉഴുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ ഇത്ര ഏരിയ, ഈ ഒരു പാടം ഇന്ന് ഒരു ദിവസം തീർത്തു എന്ന് പറയുന്നതിനും ആ പാടത്തിൻ്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് തീർക്കുന്ന ഒരു സംഭവമുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ഇത്ര മണിക്കൂർ, 8 മണിക്കൂർ ചെയ്ത ജോലി. അപ്പോൾ ഈ ജോലിക്ക് അനുസരിച്ചൊരു കൗണ്ട്, ഒരു റിട്ടേൺ എന്നുള്ള സംഭവം തീർച്ചയായിട്ടും വരും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും മുമ്പോട്ടുള്ള വളർച്ചയും ലക്ഷ്യവുമൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു കണക്ക് എന്നുള്ള സാധനം വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിലേക്ക് എത്തുന്നതും 10-ാം ക്ലാസ്സിൽ നിന്ന് +2ലേക്ക് കയറുന്നതും അവിടുന്ന് ഓരോന്നിന് കയറുന്നതിനും ഓരോ കൗണ്ടുകളാണ്. ഈ കൗണ്ടാണ് ആക്ച്വലി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫിഗേഴ്സ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഒന്നിനെ അളക്കാൻ കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മളൊരു കാലറി നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ജോബിന് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്ന പോലെയോ ഒക്കെ എല്ലാത്തിനും ഒരു കൗണ്ട് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൗണ്ട് നമ്മൾക്ക് തന്നെ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ജീവിത വിജയത്തിന് എനിക്ക് പണം ഒരു കൗണ്ട് തന്നെയാണ് പ്രൈമറിലി. കാരണം എൻ്റെ ജീവിത വിജയത്തിൽ അല്ലെങ്കിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആ സംഭവത്തിന് ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് തീർച്ചയായിട്ടും കൂടണം. നല്ല സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു കൗണ്ട് തന്നെയാണ്. ആ കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫിഗർ വർദ്ധിച്ചേ വരുള്ളൂ. കാരണം റിട്ടേൺ എന്നുള്ളൊരു സംഭവം, അതായത് ഇതൊരു സൈക്കിളാണ്. ഈ റിട്ടേൺ കൂടുതൽ വരുമ്പോഴാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സർക്കിൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവാൻ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര ചെറിയൊരു ബിസിനസ് ചെയ്ത് അതിൽ കുറച്ച് ആളുകളെ എനിക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. അതിൽ നിന്ന് എനിക്ക് കുറച്ച് പണം കിട്ടും. അപ്പോൾ എനിക്ക് കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ പണം കിട്ടും. അതിൽ കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്നു. അതിൽ കൂടുതൽ പണം എൻ്റെ കയ്യിലേക്ക് വരിക. അപ്പോൾ ഈ സൈക്കിൾ പോകണമെങ്കിൽ അവിടെ പണം ഉണ്ടാവണം. ഈ സൈക്കിളിന് തിരിച്ച് റിട്ടേൺ, കാരണം നമ്മുടെ വളർച്ച എന്നുള്ള സംഭവത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂവിനെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളർന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൗണ്ട് കൂടുന്നുണ്ട്, നമ്മളെ കൂടുതൽ ആളുകൾ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് ഫീൽ ചെയ്യിക്കാനുള്ള ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും.